വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. രാവിലെ 11:30 മുഖ്യമന്ത്രി, തുറമുഖ മന്ത്രി, ഗവർണർ ഉൾപ്പെടെ വേദിയിലായിരുന്നു നരേന്ദ്രമോദി തുറമുഖം കമ്മീഷൻ ചെയ്തത്. വിഴിഞ്ഞം തുറമുഖം വികസനത്തിന്റെ പുതിയ മാതൃകയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തുറമുഖം ചുറ്റിക്കണ്ട് നടന്നതിന് ശേഷമാണ് പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തിയത്. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഒരു വശത്ത് അനവധി അവസരങ്ങളുള്ള ഒരു വലിയ കടൽ, മറുവശത്ത് പ്രകൃതിയുടെ സൗന്ദര്യം. അതിനിടയിൽ ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഴക്കടൽ മൾട്ടിപർപ്പസ് തുറമുഖം നവയുഗ വികസനത്തിന്റെ പ്രതീകമാണ്. വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയെ ആഗോള വ്യാപാര ഷിപ്പിംഗ് ഭൂപടത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പ്രാപ്തമാകുമെന്നും മോദി പറഞ്ഞു. ഇതുവരെ ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നറുകളുടെ 75% ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്തിലായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. 5,50,000 കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള വിഴിഞ്ഞം ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ പ്രധാന കാർഗോ കേന്ദ്രമായി മാറുകയാണ്. കൊളംബോ തുറമുഖത്തെ ആശ്രയിച്ചതിലൂടെ വിദേശ നാണ്യത്തിനും വരുമാനത്തിനും ഗണ്യമായ നഷ്ടമുണ്ടായിരുന്നു. വിഴിഞ്ഞം വന്നതോടുകൂടി ഭൂരിഭാഗം ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞു. 8,867 കോടി രൂപ കണക്കാക്കിയ ചിലവിൽ നിർമ്മിച്ച വിഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖവും രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖവുമാണ്. ഒരു പ്രധാന അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ അകലെ സ്ഥിതി ചെയ്യുന്നത് സ്വാഭാവികമായും ആഴമേറിയ ജലാശയം ഉള്ളതിനാൽ വലിയ ചരക്കു കപ്പലുകൾക്ക് അനുയോജ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം പുതിയ വികസനത്തിന്റെ പ്രതീകം. രാഷ്ട്രീയം കലർത്തി പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. വിഴിഞ്ഞം തുറമുഖം വികസനത്തിന്റെ പുതിയ പ്രതീകമാണെന്നും ഇനി രാജ്യത്തിന്റെ പണം രാജ്യത്തിന് തന്നെ ലഭിക്കുമെന്നും കേരളത്തിന് ഇതിൽ വലിയ പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് രാവിലെ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച് കൊണ്ടുള്ള പ്രസംഗത്തിലാണ് ഇതെല്ലാം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തുറമുഖ മന്ത്രിയും തങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞു. മലയാളത്തിൽ സംസാരിച്ചാണ് പ്രധാനമന്ത്രി തുടങ്ങിയത്. എല്ലാവർക്കും നമസ്കാരം. പത്മനാഭന്റെ മണ്ണിൽ വീണ്ടും വരാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് പറഞ്ഞു. അവസാനിപ്പിച്ചത് മലയാളത്തിൽ തന്നെ. ഇന്ത്യ സഖ്യത്തിൽപ്പെടുന്ന മുഖ്യമന്ത്രിയും ശശി തരൂരും ഇവിടെ ഉണ്ടെന്നും ഇത് പലരുടെയും ഉറക്കം കെടുത്തുന്നുവെന്നും പറഞ്ഞു. വികസന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകളുടെ നയവ്യതിയാനത്തെക്കുറിച്ചും പ്രത്യേകമായി പരാമർശിച്ചു. സ്വകാര്യ മേഖലകളുടെ കൈകോർക്കൽ കൊണ്ടുള്ള പ്രവർത്തനം ഗുണകരമാകും. പ്രസംഗത്തിലെ അദാനിയെ പുകഴ്ത്തി പിണറായി വിജയൻ ഉൾപ്പെടെ ഗവർണറും മന്ത്രിമാരും എംപിമാരും പങ്കെടുത്തു. പിണറായി വിജയന്റെയും LDFന്റെയും ഇച്ഛാശക്തിയുടെയും പ്രതീകമാണ് വിഴിഞ്ഞമെന്നും മന്ത്രി വാസവൻ പറഞ്ഞു. സർക്കാരിൻ്റെതായ അദാനിയുടെയും പങ്കാളിത്തമാണ് പദ്ധതി സാധ്യമാകാൻ കാരണമെന്നും മന്ത്രി വാസവൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്രം 1 രൂപ പോലും ചെലവാക്കിയില്ലെന്ന് ധനമന്ത്രി ബാലഗോപാൽ കണക്കുകൾ നിരത്തിയാണ് പറയുന്നത്. DYFIയും അതുതന്നെ പറയുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ 1 രൂപ പോലും ചെലവാക്കിയില്ല. ധനമന്ത്രി ബാലഗോപാൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. തുറമുഖ നിർമ്മാണത്തിൽ ചിലവുകളുടെ യഥാർത്ഥ കണക്കുകൾ നിരത്തിയാണ് വ്യക്തമാക്കിയത്. ഇതോടൊപ്പം ഇതെല്ലാം വൈറലാവുകയും ചെയ്തു. മോദിക്ക് നന്ദി പറഞ്ഞ് സ്ഥാപിച്ച പോസ്റ്റിലാണ് ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും പിണറായി സർക്കാരിന്റെ കാലത്താണ് പൂർത്തീകരിച്ചതെന്ന് രാജ്യത്തെ മറ്റ് വൻകിട പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാർ അകമഴിഞ്ഞ് സഹായം നൽകിയപ്പോൾ വിഴിഞ്ഞത്തെ കേന്ദ്രം അവഗണിച്ചെന്നും KM ബാലഗോപാൽ പോസ്റ്റിൽ വ്യക്തമാക്കി. പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ ആകെ ചിലവാക്കിയത് 8,867 കോടി രൂപയാണ്. ഇതിൽ കേരള സർക്കാർ മുടക്കിയത് 5,559 കോടിയാണ്. തുറമുഖത്തിന്
നിർമ്മാണത്തിന് സ്വകാര്യ പങ്കാളിയായ അദാനി പോർട്ട് ലിമിറ്റഡ് 2454 കോടിയാണ് ചെലവാക്കിയത്. കേന്ദ്രമാകട്ടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ആയിരുന്ന 817 കോടി രൂപ ചിലവാക്കിയെങ്കിലും തിരിച്ചു നൽകുകയും വേണം. അതായത് 817 കോടി രൂപയ്ക്ക് ഏതാണ്ട് 10,000 മുതൽ 12,000 വരെ കോടി രൂപ തിരിച്ചു നൽകണമെന്നാണ് വ്യവസ്ഥയെന്നും ധനമന്ത്രി KM ബാലഗോപാൽ വ്യക്തമാക്കി. ഗുജറാത്തിലെ ജനങ്ങൾ വിഴിഞ്ഞം കണ്ടാൽ അദാനിയോട് പരാതി പറയും. അത്രയും വലിയ തുറമുഖമാണിതെന്ന് പ്രധാനമന്ത്രി. കേരളത്തിൻ്റെ അഭിമാന പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ച ശേഷം മലയാളത്തിൽ പ്രസംഗിച്ച് നരേന്ദ്രമോദി. കേരളത്തിൽ വീണ്ടും എത്താൻ സാധിച്ചതിൽ സന്തോഷം. കേരളത്തിലെ ജനങ്ങൾക്ക് അഭിമാനമെന്നും പറഞ്ഞു. ഗുജറാത്തിലെ ജനങ്ങൾ വിഴിഞ്ഞം കണ്ടാൽ അദാനിയോട് പരാതി പറയും. അത്രയ്ക്ക് വലിയ തുറമുഖമാണ് വിഴിഞ്ഞമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാകിസ്ഥാൻ വ്യോമ അതിർത്തി 1 വർഷത്തേക്ക് അടച്ചിടാൻ പോകുന്നു. ഇന്ത്യൻ വിമാനങ്ങൾക്ക് പ്രതിസന്ധിയിലാവും. പാഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതോടെ ഇന്ത്യ പല നിർണായക തീരുമാനങ്ങളും എടുത്തിരുന്നു. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാത തുറന്നു നൽകില്ലെന്ന് പാകിസ്ഥാനും തീരുമാനിച്ചിരുന്നു. ഇതേ നിലപാട് തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനെതിരെയും കൊണ്ടുവന്നത്. ഇപ്പോഴിതാ 1 വർഷത്തേക്ക് പാകിസ്ഥാൻ വ്യോമപാത തുറന്നു നൽകില്ലെങ്കിൽ ഇന്ത്യൻ വിമാന കമ്പനിയായ എയർ ഇന്ത്യ $600 മില്യൺ 5081 കോടി രൂപ അധിക ചെലവ് വരുമെന്ന് വ്യക്തമാക്കുന്നു.